നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 820th day. Today 42nd sloka of Pratamaskandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 820ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 42ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 42ാമത്തെ ശ്ലോകം. കുന്തി ദേവി സ്തുതി തുടരുകയാണ്. അത വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ഓം തത്സത്. അത വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ഓം തത്സത്. പദം പിരിക്കേണ്ടത് അത വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശം ഇമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണുഷു. അതായത് വിശ്വേശ ലോകനാഥ, വിശ്വാത്മൻ സകലങ്ങളിലും ആത്മാവായിട്ടിരിക്കുന്നവനെ, വിശ്വമൂർത്തി എല്ലാ രൂപങ്ങളായിട്ടും ഇരിക്കുന്നവനെ, സ്വകേഷു സ്വന്തജനങ്ങളായിട്ടുള്ള മേ എൻ്റെ പാണ്ഡുഷു പാണ്ഡവന്മാരിലും, വൃഷ്ണിഷു വൃഷ്ണികളിലും, ദൃഢം ഉറപ്പോടുകൂടിയ ഇമം സ്നേഹം ഈ സ്നേഹപാശത്തെ ചിന്തി മുറിച്ചു കളഞ്ഞാലും. ഇമം എന്ന് പറഞ്ഞാൽ ഈ സ്നേഹപാശത്തെ മുറിച്ചു കളഞ്ഞാലും. ഭഗവാൻ ഈ സ്ഥലം വിട്ടുപോയാൽ പാണ്ഡവന്മാർക്ക് അഭദ്രം, പോകാതിരുന്നാൽ യാദവന്മാർക്ക് വിഷമം. ഇങ്ങനെ രണ്ടും കാക്ഷിക്കത്തക്കതല്ല, രണ്ടും ബുദ്ധിമുട്ടാണ്. പോയാലും ബുദ്ധിമുട്ടാണ്, പോകാതിരുന്നാലും ബുദ്ധിമുട്ടാണ് എന്നോർത്ത് കുന്തി, അങ്ങനെ ഓർത്ത് വിഷമിക്കുന്ന കുന്തി പറയുകയാണ്, അല്ലയോ വിശ്വനാഥ, സർവാത്മാവായിട്ട് വിളങ്ങുന്നവനെ, വിശ്വമൂർത്തിയായിട്ടുള്ളവനെ, എൻ്റെ സംബന്ധികളായിട്ടുള്ള പാണ്ഡവന്മാരിലും യാദവന്മാരിലും ഇരിക്കുന്ന എൻ്റെ ഈ സ്നേഹപാശത്തെ ഗണ്ണിക്കണമേ. അവിടുന്ന് തന്നെയാണ് ഏകൻ എല്ലാം എന്ന് ബോധമുണ്ടാവാനായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ദേവി അഭ്യർത്ഥിക്കുകയാണ്. അതായത് ദേവിക്കറിയാം സകലത്തിനും നാഥൻ ഭഗവാനാണ്, എല്ലാ രൂപങ്ങളും ഭഗവാൻ്റേതാണ്, എല്ലാവരിലുമുള്ള ആത്മാവും ആ ഭഗവാൻ തന്നെയാണ് എന്നൊക്കെ അറിഞ്ഞാലും തൻ്റെ മക്കൾ പാണ്ഡവന്മാർ, തൻ്റെ വംശം യാദവന്മാർ എന്ന് അവരോടുള്ള ആ ഒരു സ്നേഹം, അതുകൊണ്ട് തന്നെ അവരെ വിട്ടു പോകരുതേ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതേ എന്നിങ്ങനെയൊക്കെ തൻ്റെ കുടുംബത്തോടും തൻ്റെ മക്കളോടുമൊക്കെ പ്രത്യേകമായിട്ട് സ്നേഹം തോന്നുകയാണ്. അങ്ങനെയുള്ള ആ സ്നേഹം എന്നിൽ നിന്നും ഗണ്ണിക്കണമേ, ആ സ്നേഹപാശം എന്നിൽ ഇല്ലാതാക്കണമേ. അവരോടുള്ള പ്രത്യേകമായ സ്നേഹം കൊണ്ടാണ് കുന്തി ദേവി അവരെ വിട്ടു പോകരുത്, അവിടുന്ന് പോയാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാകും, വിഷമമാകും, അവർക്ക് അവിടുന്നല്ലേ രക്ഷയുള്ളൂ എന്നൊക്കെ പറയുന്നത് തൻ്റെ മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ്. യാദവന്മാർക്ക് ഭഗവാൻ പോയിട്ടില്ലെങ്കിൽ വിഷമമാകും എന്ന് തൻ്റെ കുടുംബത്തോടുള്ള യാദവന്മാരുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. അപ്പോൾ ദേവി തന്നെ പറയുകയാണ്, ഇപ്രകാരം അവരിലുള്ള എൻ്റെ സ്നേഹത്തെ അവിടുന്ന് ഗണ്ണിച്ചു തരണമേ, സ്നേഹപാശത്തെ ഇല്ലാതാക്കണമേ
അവിടുന്ന് തന്നെയാണ് എല്ലാം, അവിടുന്നല്ലാതെ വേറെയൊന്നുമില്ല എന്നുള്ള ബോധം എന്നിൽ ഉണ്ടാകണമേ. അറിഞ്ഞാലും നമുക്ക് ആ ബോധം ഉണ്ടാവുകയില്ല. അറിവ് വേറെ, ബോധം വേറെയാണ്. പലതും നാം അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യരുത് എന്ന് നമുക്കറിയാം, ഇങ്ങനെ പറയരുത് എന്ന് നമുക്കറിയാം. എങ്കിലും നാം അപ്രകാരം പറയുകയും ചെയ്യുകയും ചെയ്യും. എല്ലാം ഭഗവാനാണ്, എല്ലാവരിലുമുള്ളത് ഭഗവാനാണ് എന്നറിഞ്ഞാലും ആ ബോധം ഉള്ളിൽ ഉറയ്ക്കാത്തിടത്തോളം നമുക്ക് രണ്ടും രണ്ടായിട്ട് തന്നെ കാണും. നാം വേറെ, മറ്റുള്ളവർ വേറെ എന്ന് തന്നെ നമുക്ക് തോന്നും. അതിനാണ് ബോധോദയം ഉണ്ടാകുക. മഹാത്മാക്കളുടെ അനുഗ്രഹത്തോടു കൂടി സർവവും ഭഗവാനാണ് എന്നുള്ള ആ ബോധം ഉള്ളിൽ ഉറയ്ക്കണമേ എന്ന് ദേവി ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അത വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശമിമം ചിന്തി ദൃഢം പ്രാണ്ടുഷു വൃഷ്ണിഷു. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.